ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് ഇപ്പോൾ കോമൺ ആയിട്ടുള്ളൊരു ഡിസീസാണ്. പലരിലും കണ്ടുവരുന്നൊരു അസുഖമാണ്. ഇന്ന ഭക്ഷണ രീതി കൊണ്ട് ഇത് മാറ്റിയെടുക്കാമെന്നൊന്നും പറ്റത്തില്ല. അത് ഞാൻ എന്താണ് വെരിക്കോസ് വെയിൻ എന്ന് ആദ്യം പറയാം. വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എൻലാർജ്ഡ് വെയിൻസ് അല്ലെങ്കിൽ ബൾജ്ഡ് വെയിൻസിനെയാണ് വെരിക്കോസ് വെയിൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയത്തിൽ നിന്നും ബ്ലഡ് ശരീരത്തിലുള്ള മറ്റു ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ആർട്ടറീസ് വഴിയാണ്. തിരിച്ച് കാലുകളിൽ നിന്നും തിരിച്ച് ഹാർട്ടിലേക്ക് ബ്ലഡ് തിരിച്ച് പമ്പ് ചെയ്ത് പോകുന്നത് വെയിൻസിൻ്റെ ഹെൽപ്പോടുകൂടിയാണ്. അപ്പോൾ തിരിച്ച് കാലിൽ നിന്നും വെയിൻസ് മുകളിലേക്ക് പോകുമ്പോൾ ഈ കാലിൻ്റെ ഭാഗത്തായിട്ട് ടൈനി വാൽവ്സ് ഉണ്ട്. ഈ വാൽവ് ഓപ്പൺ ആകുകയും വാൽവ് വഴിയാണ് ഈ ബ്ലഡ് തിരിച്ച് ഹാർട്ടിലേക്ക് പമ്പ് ചെയ്യുന്നത്. എന്നാൽ ഈ വാൽവുകൾക്ക് വീക്കൻ സംഭവിക്കുകയും ഈ ബ്ലഡ് മുകളിലേക്ക് ഹാർട്ടിലേക്ക് പോകുന്നതിന് പകരം ആ വാൽവ് വീക്കൻ ആവുകയും ആ ബ്ലഡ് തിരിച്ച് താഴേക്ക് തന്നെ വരികയും അവിടെ പൂളിംഗ് ഓഫ് ബ്ലഡ് ഉണ്ടാവുകയും ചെയ്യുന്നു. അത്തരം കണ്ടീഷനിൽ വെയിൻ എൻലാർജ് ആവുകയും ആ കണ്ടീഷനെ പറയുന്ന പേരാണ് വെരിക്കോസ് വെയിൻ അല്ലെങ്കിൽ സ്പൈഡർ വെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ വെരിക്കോസ് വെയിൻ ആർക്കൊക്കെയാണ് വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്നതെന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരിലാണ്. ഒരു 60 വയസ്സിനുള്ള ഇപ്പോൾ സാധാരണ 60 വയസ്സിന് താഴെയുള്ള ആൾക്കാരിലും കാണുന്നുണ്ടെങ്കിലും കോമൺ ആയിട്ട് കാണുന്നത് കുറച്ച് പ്രായമുള്ള ആൾക്കാരിലാണ്. രണ്ടാമതായിട്ട് ഒരുപാട് സമയം നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരിൽ ഈ വെരിക്കോസ് വെയിൻ കാണുന്നുണ്ട്. മൂന്നാമതായിട്ട് ജനറ്റിക്സ്. നമുക്ക് പാരമ്പര്യമായിട്ട് വെരിക്കോസ് വെയിൻ്റെ കംപ്ലൈൻ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ക്രമേണ അമിത സമയം നിൽക്കുമ്പോഴും അല്ലെങ്കിൽ വെയിറ്റ് കൂടുമ്പോഴും ഒക്കെ അങ്ങനത്തെ കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഈ വെരിക്കോസ് വെയിൻ പോലത്തുള്ള കണ്ടീഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതവണ്ണമുള്ള ആൾക്കാരിൽ നമ്മുടെ ഹൈറ്റിനെക്കാളും അമിതമായിട്ട് ഭാരം ഉണ്ടാകുമ്പോൾ ആ പ്രഷർ താങ്ങാനാവാതെ അവിടുത്തെ വെയിന് ബൾജാവുന്നു. അപ്പോൾ ഇത്തരം ആൾക്കാരിലും വെരിക്കോസ് വെയിൻ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ വെരിക്കോസ് വെയിൻ്റെ ചില ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. വെരിക്കോസ് വെയിൻ നമ്മളെ വെയിനുകളൊക്കെ കാലുകളിലെ വെയിനുകളൊക്കെ തടിച്ചു വരികയും ബൾജ് ചെയ്ത് വരുന്നതായിട്ട് കാണാം. ആ ഭാഗത്ത് അമിതമായിട്ട് ചൊറിച്ചിലുണ്ടാകാം. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള പെയിൻ ആ ഭാഗത്തുണ്ടാവാം. വെരിക്കോസ് വെയിൻ കാരണം കാലുകൾ ആങ്കിളിലെല്ലാം പെയിനും സ്വെല്ലിങ്സും ഉണ്ടാവാം. ഉള്ളിൽ ഒരു ബേണിംഗ് സെൻസേഷൻ പോലെ ഫീൽ ചെയ്യാം. കാലിലുള്ള കഴപ്പായിട്ട് തോന്നാം. ഇത്തരത്തിലൊക്കെയാണ്. അതുപോലെ തന്നെ സ്കിന്നിൽ ഒരു ബ്ലൂയിഷ് അല്ലെങ്കിൽ റെഡിഷ് ബ്ലൂയിഷ് ഡിസ്കളറേഷൻ കാണാനായിട്ട് സാധിക്കും. അവയിലൊക്കെ ചൊറിച്ചിലും അനുഭവപ്പെടും. കാലുകൾക്ക് അമിതമായിട്ട് വേദന തോന്നാം. പ്രത്യേകിച്ചും നമ്മൾ രാത്രി കാലങ്ങളിൽ ഭയങ്കരമായിട്ടും കുറേ സമയം കിടക്കുമ്പോൾ കുറേ സമയം നമ്മൾ കിടന്ന് ഉറങ്ങുന്ന സമയത്തും ഈ വേദന കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. കുറേ നേരം നിന്ന് ജോലി ചെയ്യുമ്പോൾ ഈ വേദന കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആ ഭാഗങ്ങൾ അൾസേഴ്സ് വരാനായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ബ്ലീഡിങ് ഉണ്ടാവാം. വെയിൻ അൾസർ ഉണ്ടായിട്ട് അതിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാവാം. ചിലപ്പോൾ ഈ അൾസർ ഉണങ്ങുകയും പക്ഷേ റെക്കറൻ്റായിട്ട് വീണ്ടും വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇത്തരം ലക്ഷണങ്ങളാണ് വെരിക്കോസ് വെയിൻ ഉള്ള ആൾക്കാരിൽ കണ്ടുവരുന്നത്. താങ്ക് യു.